ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. മലപ്പുറത്തിന്റെ കുതിപ്പിന് തിരൂർ ജില്ല രൂപീകരിക്കുക എന്ന ആവശ്യവുമായി SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന വിവിധ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി SDPI പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 14-ന് പെരിന്തൽമണ്ണയിൽ ഡിമാൻഡ് മാർച്ചും പൊതുയോഗവും നടക്കും. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അടിസ്ഥാന വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നിലയിൽ താലൂക്കുകളോ വില്ലേജുകളോ ആനുപാതികമായി ഇല്ലാത്തത് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് ഒരു വലിയ തടസ്സമായിരിക്കുകയാണെന്നും ഓരോ മേഖലകളിലും ജില്ല നേരിടുന്നത് വലിയ അവഗണനയും വിവേചനവുമാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയുടെ അവസ്ഥ ഇതായിട്ട് പോലും മലപ്പുറത്തിന് അർഹമായത് നേടിയെടുക്കാനോ അതിനുവേണ്ടി സമരം ചെയ്യാനോ ഇടത് വലത് ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നില്ലെന്നും മലപ്പുറം മോഡൽ വികസനം എന്ന പേരിൽ മലപ്പുറത്തെ ജനങ്ങളെ പിഴിഞ്ഞുള്ള വികസനമാണ് ഇപ്പോൾ മലപ്പുറത്ത് നടക്കുന്നതെന്നും ഇത്തരമൊരു സാഹചര്യത്തിലാണ് തിരൂർ ജില്ലയെന്ന മലപ്പുറത്തിന്റെ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഭരണകൂടത്തിന്റെയും അർഹമായത് മലപ്പുറത്തിന് നേടിക്കൊടുക്കാൻ സാധിക്കാത്ത ജനപ്രതിനിധികളുടെയും നിലപാടിനെതിരെ SDPI സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. പുതിയൊരു ജില്ലാ രൂപീകരണം എന്ന ആവശ്യവുമായി ആദ്യമായിട്ട് മുന്നോട്ട് വന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നമ്മൾ 2009 തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്തുണ്ട്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ നമ്മൾ കണക്കുകൾ എടുത്തൊന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കാസർഗോഡ് എന്നീ 4 ജില്ലകളുടെ ഒരു സ്ട്രെങ്ത്താണ്, പോപ്പുലേഷൻ സ്ട്രെങ്ത്താണ് ഈ മലപ്പുറം ജില്ലയിൽ മാത്രം. അതിൻ്റെ ഒരു സാങ്കേതികത എന്താണെന്ന് വെച്ചാൽ 4 കലക്ട്രേറ്റുകളുള്ള ഒരു ഭൂപ്രദേശത്തിൻ്റെ ആനുകൂല്യങ്ങളാണ് ഈ 4 ജില്ലകൾക്ക് കിട്ടുന്നത്. നമുക്ക് അറിയാലോ, മലപ്പുറം ജില്ല 45 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുള്ള ഒരു ജില്ലയ്ക്ക് ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കലക്ട്രേറ്റ്, അതുപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ്, വിദ്യാഭ്യാസ രംഗത്തുള്ള പിന്നോക്കാവസ്ഥ, ഇതൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു നടപടി എന്നുള്ള നിലക്കാണ്, അനിവാര്യമായ നടപടി എന്നുള്ള നിലക്കാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരമൊരു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ രൂപീകരണം മുതൽ തന്നെ ജില്ല നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനകൾ, അതിൻ്റെ ഒരു തുടർക്കഥ എന്നോണം ഈ ഇടതുമുന്നണിക്കോ അല്ലെങ്കിൽ വലതുമുന്നണിക്കോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം ശരിക്കും കൈകാര്യം ചെയ്തിരുന്ന 2 കക്ഷികൾ എന്നുള്ള നിലക്ക് അവർക്കൊന്നും യാതൊരു വിധ താല്പര്യവും ഇങ്ങനത്തെ ഒരു ജില്ല രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഡിമാൻഡ് മാർച്ചിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വാഹനജാഥയും ഗൃഹസമ്പർക്കം തുടങ്ങിയ സമരപരിപാടികളും നടന്നുവരുന്നുണ്ട്. ഫെബ്രുവരി 14-ന് വൈകുന്നേരം 4:30-ന് അൽസലാമ ആശുപത്രി പരിസരത്തു നിന്നും തുടങ്ങുന്ന ഡിമാൻഡ് മാർച്ച് കോടതിപ്പടിയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ SDPI സംസ്ഥാന സമിതി അംഗം ഡോക്ടർ CH അഷ്റഫ്, ലത്തീഫ് എടക്കര, മലപ്പുറം ജില്ലാ സെക്രട്ടറി മുർഷിദ് ഷമീം എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ SDPI പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പുലാമന്തോൾ, സെക്രട്ടറി അലി മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷംസുദ്ദീൻ പുത്തൂർ എന്നിവർ പങ്കെടുത്തു. നമ്മൾ ആവശ്യപ്പെടുന്നത് തിരൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജില്ല കൂടി രൂപീകരിക്കണം എന്നാണ്. SDPIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സമര പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന 14-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഡിമാൻഡ് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രചാരണാർത്ഥം നമ്മുടെ മറ്റ് പഞ്ചായത്തുകളിലൊക്കെ വാഹന പ്രചാരണ ജാഥ നടക്കുന്നുണ്ട്. ഡിമാൻഡ് മാർച്ച് ഈ ശനിയാഴ്ച 14-ാം തീയതി ശനിയാഴ്ച അൽസലാമ ആശുപത്രിയുടെ പരിസരത്ത് നിന്നൊരു 4:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കോടതിപ്പടിയിൽ അവസാനിക്കുകയാണ്. അതിനെ തുടർന്ന് ഒരു പൊതുയോഗം നടക്കുന്നുണ്ട്. പൊതുയോഗത്തിൽ നമ്മുടെ സംസ്ഥാന സമിതി അംഗം ഡോക്ടർ CH അഷ്റഫ് പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി മുർഷിദ് ഷമീം പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗം ലത്തീഫ് എടക്കര പങ്കെടുക്കുന്നുണ്ട്.